അവര് നമ്മളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇനി അറിയത്തില്ല, വേറെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അങ്ങനെ കോൺട്രാക്റ്റിൽ എഴുതിയേക്കും 3 മാസേ പ്രൊബേഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു. സൗദി അറേബ്യയിലേക്ക് നഴ്സിംഗ് മേഖലയ്ക്ക്, മെഡിക്കൽ മേഖലയ്ക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു അവയർനെസ് വീഡിയോ ആണ്. നിങ്ങളൊരു ഡ്രീം ജോബായിരിക്കും, നാട്ടിലെ പഠനം പൂർത്തിയാക്കി 1 ഇയർ എക്സ്പീരിയൻസ് ആക്കി ഏതെങ്കിലും ഒരു ഏജൻസിയിൽ പോയിട്ട് ഡാറ്റ ഫ്ലോയും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ടൊരു ജോലിക്ക് വരാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നാട്ടിൽ നിന്നിട്ട് തന്നെ അന്വേഷിക്കണം നിങ്ങൾ വരുന്ന കമ്പനിയിലുള്ള സിസ്റ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പ്രൊബേഷൻ പീരീഡ് 3 മാസമായിട്ടായിരിക്കും നിങ്ങൾ അവിടുന്ന് അഗ്രിമെന്റ് സൈൻ ചെയ്യാം. ഇവിടെ എത്തുമ്പോൾ അത് ചിലപ്പോൾ 6 മാസമായി മാറും. അതിൽ വരുന്ന സാലറി കട്ട്, അതേപോലെ നിങ്ങൾ ആരാണോ, മലയാളിയാണോ, ഇതെല്ലാം മൊത്തം കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കും ഭാവിയിൽ വന്നു വരും. ഏതായാലും ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കി നിങ്ങൾ, അപ്പം എനിക്ക് അതിൻ്റെ ഏകദേശം ഒരു ധാരണ, ഞാൻ പറയണത് വെറുതെ പറയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇനി അറിയത്തില്ല, വേറെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അങ്ങനെ കോൺട്രാക്റ്റിൽ എഴുതിയേക്കും 3 മാസേ പ്രൊബേഷൻ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ ഒരു കോൺട്രാക്ട് ഒപ്പിടിച്ചിട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്. അവിടെ ചെല്ലുമ്പോൾ ഒരു കോൺട്രാക്ട് നൈസായിട്ട് ചേഞ്ച് ചെയ്യും, 6 മാസത്തിലോട്ടാകും. ലേബർ ലോ അനുസരിച്ച് 6 മാസം വരെ പ്രൊബേഷൻ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് റൂളുണ്ട്. അതുകൊണ്ട് മാക്സിമം 6 മാസം കൊണ്ടുപോകും. അതുവരെ സാലറി കട്ടായിരിക്കും. എൻ്റെ പ്രസക്ടർ എന്ന് പറയുന്ന ഒരു മലയാളിയായിരുന്നു, 10, 15, 18 വർഷമായിട്ട് ചെയ്യുന്ന ഒരു ലേഡി. പുള്ളിക്കാരിക്ക് എന്നെ തുടക്കം തൊട്ടേ ഇഷ്ടമല്ലായിരുന്നു. ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി അവിടുത്തെ മലയാളി സ്റ്റാഫിനോടൊക്കെ പറയും. ഭയങ്കര ഹറാസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഹറാസ്മെന്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് പ്രൊഫഷന് വളരെ നോർമൽ. പക്ഷേ എംബസിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇതുപോലെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എസ്കലേറ്റ് ചെയ്യുക ഒരാളാന്ന് പറയുന്നത് നല്ലതാണ്. ഏജൻസീസ് ഒന്നും കൂടെ നിൽക്കത്തില്ല. ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടി കഴിഞ്ഞാൽ അവർ കൈമലർത്തും. അപ്പോൾ ഇത്രയൊക്കെയാണ് വിഷയത്തിൽ പറയാനുള്ളത്. നിങ്ങളൊരു ഏജൻസിയിൽ പോകുന്ന സമയത്ത് എന്താണ് ആ ഏജൻസി എന്നുള്ളതും നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക. അതായത് ഒരു നഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ നാട്ടിലെ ഒരു ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ പഠനം പൂർത്തിയാക്കുക. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 3.5-3 ലക്ഷം ചിലവാക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ഇവിടുന്ന് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും നിങ്ങൾ വരിക. അപ്പോൾ ആ അത്രയും എമൗണ്ട് ചിലവാക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലോണം ചിന്തിച്ചിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ചിലവാക്കുക. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ്, മാ അസ്സലാമ.